1914 മുതൽ നീണ്ടു നിന്ന 2 ലോകമഹായുദ്ധം നടന്നു. ഇനി മൂന്നാമതൊരു ലോകമഹായുദ്ധം നടക്കും. ആ മഹായുദ്ധത്തിന്റെ മാറ്റലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തില്, ലിബിയയില്, ബഹ്റൈനില് അതിന്റെ അനുരണനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെടുത്ത് നിന്ന് ഒരു പ്രവാഹം പോലെ നടക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാകും. ആ 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമുണ്ടാകുന്നത് ഒരു രാജ്യത്ത് നിന്നാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ആമിനയുടെ മുത്തുമോൾ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന സർപ്പം വളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൺ പാതകൾ നിറഞ്ഞ മക്കയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 3ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഒന്നാമത്തെ കാരണം ഒരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പേര് ഇസ്മുഹു കൂത്ത്. ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കം വരുന്നത് ഒരു രാജ്യത്തിൽ നിന്നാണ്. ആ രാജ്യത്തിന്റെ പേര് ഇസ്മുഹു കൂത്ത്. ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമായിരിക്കും. 14 നൂറ്റാണ്ട് മുമ്പ് ഒട്ടകമെന്ന വാഹനമല്ലാതെ രണ്ടാമതൊരു വാഹനം അറിയാത്ത, ഡീസൽ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, പെട്രോൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഒരു യന്ത്രവാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഒരു രാജ്യം അതിന്റെ സാമ്പത്തികം കുഴിച്ചെടുക്കുന്ന പെട്രോളാണ്. ആ രാജ്യത്തിന്റെ പേര് കൂത്തെന്നാണ്. ആ രാജ്യത്തെ ഒരു രാജ്യം ആക്രമിക്കാൻ തുനിയും. ആ ആക്രമിക്കാൻ തുനിയുന്ന രാജ്യം ഭരിക്കുന്നത് മലിക്കും മിനൽ ജബാബിറ. ഒരു സ്വേച്ഛാധിപതിയായ രാജാവാണ്. ആ രാജാവിന്റെ പേര് അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണമായിട്ട് മുഴുമിപ്പിച്ചില്ലെങ്കിലും ആ കാലഘട്ടത്തിന്റെ ഭാഷ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ മലിക്, ആ രാജാവ് ഏകാധിപതിയായ രാജാവായിരിക്കും. അയാളുടെ പേര് സദ്ദാം എന്നായിരിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലോട്ട് വരട്ടെ, ഗൾഫ് യുദ്ധം മനസ്സിലോട്ട് വരട്ടെ. ആ രാജാവ് കൂത്തെന്ന രാജ്യം, ആ രാജ്യമായിരിക്കാം പിന്നീട് കുവൈത്തായത്. ഒരു വാവിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് കൂത്തെന്നാണ്. അതിനാണ് പിന്നീട് കുവൈത്തായത്. ആ കുവൈത്തിനെ ഇറാഖ് ആക്രമിച്ചു. ഇറാഖ് തന്റെ രാജ്യത്തെ ആക്രമിച്ചപ്പോ കുവൈത്തിന്റെ ഭരണാധികാരി 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബിയെ അങ്ങേക്കായിരം സലാം, അങ്ങല്ലാടെ ഇങ്ങനെ പറയില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അയാൾ ആ രാജ്യത്തിന്റെ കുവൈറ്റിന്റെ ഭരണാധികാരി പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമെന്ന്. പടിഞ്ഞാറിനോട് സഹായം ചോദിക്കുമ്പോ ആ പടിഞ്ഞാറൻ ഒറ്റ രാജ്യങ്ങളല്ല, പല രാജ്യങ്ങൾ ഒരുമിച്ചുകൂടി തഹ്തറായാത്തിന് ശത്താ 12 പതാകകളുടെ കീഴിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പല പതാകകളുടെ കീഴിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിട്ട് ഇറാഖിനെ ആക്രമിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ആക്രമിക്കുന്ന ആൾ മലിക്കും മിനൽ ജബാബിറ, ഏകാധിപതിയായ രാജാവ്. ഇനി നിങ്ങൾ കേട്ടോളി, ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം സത്യമായിട്ട് നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പടിഞ്ഞാറിനോട് സഹായം ചോദിച്ചു. പടിഞ്ഞാറ് വന്നത് അമേരിക്ക മാത്രമാണോ? തഹ്തറായാത്തിൻ ശത്ത, പല പതാകകളുടെ കീഴിൽ, ഓരോ രാജ്യവും അവരുടെ പതാകയുടെ കീഴിൽ ഇറാഖിലിറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇറാഖിലെ ജനങ്ങൾക്ക് ഭക്ഷണ ഉപരോധം വരെ അവരേർപ്പെടുത്തും. അതിൽപ്പെട്ടിട്ട് പിഞ്ചു കുട്ടികളും മരിച്ചു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പടിഞ്ഞാറൻ ശക്തികൾ മുഴുവനും ഇറാഖിന്റെ പേര് പറഞ്ഞ്. സഹോദരങ്ങളെ, എന്താ ഇറാഖ്? സൗദി അറേബ്യ കഴിഞ്ഞാല്, പ്രവാചകന്റെ മക്ക കഴിഞ്ഞാല്, മദീന കഴിഞ്ഞാൽ, തായിഫ് കഴിഞ്ഞാൽ, തബൂക്ക് കഴിഞ്ഞാൽ, ഖൈബർ കഴിഞ്ഞാല്, ഖന്തക്ക് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ പരിപാട് കറഞ്ഞ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇസ്ലാമിക നാഗരികതയുടെ ചിഹ്നങ്ങളേറെ നിറഞ്ഞു നിന്ന 2ാമത്തെ രാജ്യമല്ലേ ഇറാഖ്.
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടായ റൊട്ടിക്കാരന്റെ അടുപ്പടക്കമുള്ള ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഖബറടക്കമുള്ള ആയിരക്കണക്കിന് പണ്ഡിത കേസരികളുടെ മൺമറഞ്ഞു പോയ ഇസ്ലാമിക ചരിത്രം തുടിച്ചു നിന്ന ഇറാഖിന്റെ മണ്ണിലേക്ക് ആയിരക്കണക്കിന് ഇറാഖികളെ, ലക്ഷക്കണക്കിന് ഇറാഖികളെ കൂട്ടക്കുരുതി കൊടുത്തിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും തേർവാഴ്ച നടത്തിയപ്പോ വളരെ വിശാലമായ ചരിത്രമാണ് നിങ്ങൾക്കറിയാം. അവസാനം ഇറാഖിലെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇറാഖിലെ സദ്ദാമിന്റെ പേര് പറഞ്ഞിട്ട് സർവ്വതും തകർത്ത് തരിപ്പണമാക്കി ഇറാഖിലെ പാവപ്പെട്ട വൃദ്ധന്മാരും കൊച്ചുകുട്ടികളും മുഴുവനും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ UN ഐക്യരാഷ്ട്രസഭ വർഷത്തിൽ ഒരു പ്രാവശ്യം വിതരണം ചെയ്യുന്ന റൊട്ടിക്കഷണം മേടിക്കാൻ ഇറാഖിന്റെ പരാഭാരം പോലെ പരന്നു കിടക്കുന്ന മണൽത്തരിയിൽ കിടന്നിട്ട് സൂര്യന്റെ ചൂടേറ്റിട്ട് ആയിരക്കണക്കിന് പിഞ്ചുകുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുമ്പോ വബാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽമുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽവിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ആലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. ഐക്യരാഷ്ട്രസഭ കൊടുക്കുന്ന റൊട്ടിക്കഷണം മേടിക്കാൻ വേണ്ടി ചുട്ടുപെടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിന്റെ മുകളില് കാലിലിടാൻ ചെരുപ്പ് പോലുമില്ലാതെ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന പാവപ്പെട്ട ഇറാഖിലെ വൃദ്ധന്മാര് അവസാന ക്യൂവിൽ നിന്നിട്ട് സൂര്യന്റെ ചൂടേക്കാട് വാടിക്കരിഞ്ഞ ചേമ്പും തണ്ട് പോലെ വിവശതയോടെ പിടഞ്ഞു വീടുമ്പോ ഇറാഖിന്റെ മണ്ണിൽ അവസാനത്തെ ശ്വാസം വിടുമ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ലേ, അല്ലാഹുവേ അല്ലാഹുവേ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. റബ്ബേ, ഞങ്ങൾക്കൊരു വിമോചകനെ തരുമോ, ഞങ്ങൾക്കൊരു രക്ഷകനെ തരുമോ. അല്ലാഹുവേ, തെറ്റിമുറിക്കപ്പെട്ട ശിരസറ്റക ബന്ധങ്ങൾ കണ്ട് ഇറാഖിന്റെ മണ്ണിൽ അമേരിക്കയുടെ നാപ്പാം ബോംബുകൾ വന്ന് പതിച്ചപ്പോ രണ്ട് കാലുകളും രണ്ട് കൈകളും നഷ്ടപ്പെട്ട് സൗദി അറേബ്യയുടെ കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ കിടന്നുപോയ മുഹമ്മദ് ഇസ്മായിൽ എന്ന കൊച്ചുമോന്റെ ദാരുണ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല. ഗൾഫ് യുദ്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോലെ രണ്ട് കാലില്ലാത്ത രണ്ട് കൈകളില്ലാത്ത പൊട്ടിത്തെറിച്ചു പോയ പൊന്നുമോനെ പോലെ ആയിരക്കണക്കിന് ആളുകൾ പടച്ചവനെ, ഈ സാമ്രാജ്യത്വത്തിനെതിരെ ഞങ്ങൾക്കെന്നാണ് ഒരു പോരാളിയെ തരുമെന്ന് പറഞ്ഞപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലോട്ട് അധിനിവേശം നടത്തിയ താർത്താരികള് ബഗ്ദാദിന്റെ പട്ടാളക്കാര് ബഗ്ദാദിന്റെ മണ്ണിലൂടെ തേരോട്ടം നടത്തിയപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരങ്ങൾ മുഴുവനും തട്ടിത്തകർത്ത് തരിപ്പണമാക്കുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരത്തിൽ കൂടുകെട്ടിപ്പാത്ത പ്രാവുകൾ മുഴുവനും പൊട്ടിക്കരഞ്ഞപ്പോ പ്രാണികളുടെ കണ്ണുനീരിന് പകരമായിട്ട് അവരുടെ ദുആയ്ക്ക് പ്രതിഫലമായി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന നൂറ്റാണ്ടിന്റെ പടനായകനെ കൊടുത്ത ഇമാമുദ്ദീൻ സഞ്ജി എന്ന നൂറുദ്ദീൻ സംഗി എന്ന പടനായകന്മാരെ കൊടുത്ത അതേ റബ്ബ് തമ്പുരാൻ സാമ്രാജ്യത്തിനെതിരെ ഒന്ന് ചെറുപ്പ് നിൽക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ സഖ്യകക്ഷികൾ മുഴുവനും പാഞ്ഞു വരുമ്പോ അതാ മലനിരകളുടെ ഇടയിൽ നിന്നൊരു സമൂഹം ഉദയം ചെയ്യും. അവര് വരുന്നതും മലനിരകളുടെ ഇടയിൽ നിന്നായിരിക്കും. അവരാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹും അസ്ഹാബു ശുഊർ. ധാരാളം രോമങ്ങളുള്ള വലിയ താടിയുള്ള തലപ്പാവുള്ള അസ്മാഉഹും കുനാ വഅൻസാബുഹും ഖുറാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കറുത്ത തലപ്പാവ് ധരിച്ച നല്ല താടിരോമങ്ങളുള്ള ഗോത്രങ്ങളിലേക്ക് ചേർത്ത് പേര് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അഫ്ഗാനിന്റെ മലനിരകളിൽ ഉദയം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഫ്ഗാനിൽ ഉദയമുണ്ടായി. ആരാണവർ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരുടെ തലപ്പാവ് കറുത്ത തലപ്പാവാ. ഹും അസ്ഹാബു ശുഊരിൻ. അവര് നല്ല രോമമുള്ളവരാ. ഗൾഫിൽ പോയവർക്കറിയാം, അഫ്ഗാനികളെ കണ്ട ഒരു പൈജാമയിട്ട് ജുബ്ബയിട്ടിട്ട് അഫ്ഗാനികൾ ഇത്രയുണ്ട് താടി. അഫ്ഗാനികൾ താടി കണ്ട പെട്ടെന്നറിയാം. കണ്ടുപോയ റസൂലുള്ള പറഞ്ഞു, ആ മലനിരക്കിന്ന് വരുന്ന ആളുകൾ യുജബുന്നാസു ബിറഈഹിം. അവരെ കണ്ട കാണുന്നവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും. റസൂലുള്ള പറഞ്ഞതാ, യുജബുന്നാസു ബിറഈഹിം. അവരെ കണ്ടാല് അന്തം വിട്ട് നോക്കി പോവും. ഒരു അഫ്ഗാനിയെ കണ്ട പാകിസ്ഥാനിയെ കണ്ട നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്ഭുതപ്പെട്ട ഒരു 6 അടി 10 ഇഞ്ച് ഉയരം കാണും. ഞാനിപ്പോ ഉംറയ്ക്ക് പോയ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോയി.
ഒരു അഫ്ഗാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പോയി എല്ലാരെയും വലിച്ച് അവിടെ പോയി ഞാൻ പയ്യ അങ്ങോട്ട് എത്തിയപ്പോ അവൻ എന്നെ കൈ ഒറ്റ വലിയ അങ്ങ് വലിച്ചു. ഒരൊറ്റ വലി. ഈ കാറ്റഴിച്ച സൈക്കിള് ബൈക്കിലോട്ട് പോയാൽ ഞാൻ ബൈക്കിൽ പോയി. അവരുടെ ആരോഗ്യം എന്താ? അവരെ കണ്ടാൽ യൂജബുന്നാസു ബിറഈഹിം, അവരെ കണ്ടാൽ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കും. അസ്മാഉഹും കുന, അവരുടെ പേര് ചില ചെല്ല കുഞ്ഞിയത് പോലെ ആയിരിക്കും. അഹമ്മദ് ഷാവുത്തവക്കൽ, അഹമ്മദ് റഫ് സഞ്ചാനി, ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ, ഇങ്ങനെയുള്ള പേരായിരിക്കും അവർക്ക്. പിന്നെയോ അൻസാബുഹും ഖുറ, അവരറിയപ്പെടുന്നത് അവരുടെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ട. ഗൾഫീദ് നടക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം കുർദു വംശജർ, അടുത്ത ഗോത്രക്കാർ, ഇങ്ങനെ ഗോത്രത്തിലേക്ക് ചേർത്തിട്ടായിരിക്കും അവരെ പറയുക. അങ്ങനെ ഒരു സമൂഹം ഉദയം ചെയ്യും. ചുരുക്കി പറയാം, ഇനി നമുക്ക് ഒത്തിരി കിടക്കുന്ന ഇമാം മഹദി, ദജ്ജാല്, യജൂജ് മജൂജ്, ദാബത്തുൽ അർള് ഒക്കെ കിടക്കാണ് ഇനി പറയാൻ. അങ്ങനെ ഒരു സമൂഹം ഉദയം ചെയ്ത് കഴിയുമ്പോ സഹോദരങ്ങളെ കേട്ടുകൊള്ളുക, അള്ളാന്റെ റസൂല് പറഞ്ഞു അവരെ തകർത്തെറിയാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തീരുമാനിക്കും. ആ രാജ്യത്തിനെതിരെ അവരെ യുദ്ധം പ്രഖ്യാപിക്കും. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ റസൂല് ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു മലനിരക്കുകളിൽ ഉദയം ചെയ്യുന്ന ആ സമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ റസൂല് പറയുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങേ ഞങ്ങൾ മുന്നിൽ കാണുന്നു നബിയെ. അഫ്ഗാനിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ BBC-യുടെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നത് ലോകമഹായുദ്ധത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ വന്ന റിച്ചാർഡ് മൈർസ് എന്ന് പറയുന്ന അമേരിക്കയുടെ കരസേനാ മേധാവി അവസാനം BBC ടെലിവിഷന് വീൽ ചെയറിൽ ഇരുന്നിട്ട് അഫ്ഗാനിനെതിരെ യുദ്ധനീക്കം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോ റിച്ചാർഡ് മൈർസ് എന്ന വികലാംഗനായ മനുഷ്യൻ ഇരുന്നിട്ട് അഫ്ഗാനിനെതിരെ യുദ്ധം തുടങ്ങുന്നു എന്ന് പറയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലോകാവസാനത്തിന്റെ അടയാളം വരുമ്പോ അഫ്ഗാനികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരു വികലാംഗനായ മനുഷ്യനായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ തിരുദൂതരെ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ അതേപോലെ മുമ്പിൽ കാണുന്നു നബിയെ, ഞങ്ങൾ മുമ്പിൽ കാണുന്നു നബിയെ. സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിതം മുഴുവനും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ലോക പാശ്ചാത്യ ശക്തികൾ ഒരുമിക്കുമ്പോ ഇറാഖില്, ചെച്ചിനിയയില്, ബോസ്നിയയില്, സോമാലിയയില് ആയിരക്കണക്കിന് ശിരസറ്റ കബന്ധങ്ങൾ കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സമയത്ത് കുറച്ച് യുദ്ധമങ്ങ് പുറപ്പെട്ടു കളയും. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. നടന്നു പോകുന്ന വഴിയിലാണ് ബോംബുകൾ പെട്ടിത്തെറിക്കുന്നത്. പച്ചക്കറി വാങ്ങാൻ പോയവനാണ് 4 കഷണങ്ങളായി ചിതറിത്തെറിക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു പാവപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് മുത്തിച്ചു പോയ ഔദ എന്ന പെൺകുട്ടിയാണ് തലച്ചോറ് ചിന്നിച്ചെതിരി ഫലസ്തീനിൽ ചിതറിത്തെറിച്ചത്. അവൾക്കറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. ഉപ്പാന്റെ കൈ പിടിച്ച് ടാക്സിയിൽ പോകുമ്പോഴാണ് അമേരിക്കയുടെ ഇസ്രയേലിന്റെ വിമാനങ്ങൾ വന്ന് ബോംബ് വർഷം നടത്തിയത്. ഔദ എന്ന പൊന്നുമോളെ പൊട്ടിത്തെറിച്ചതിന്റെ പൊൻവളമൊട്ടുകളെ അവൾ മുഴുവനും ചിതറിത്തെറിച്ചു പോയി. സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗത്ത് ഇറാഖില്, കാശ്മീരില്, ചെച്ചിനയില്, ബോസ്നിയയില്, ഫലസ്തീനില് അള്ളാന്റെ റസൂല് 17 മാസക്കാലം നെഞ്ചു തിരിച്ച് നമസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീൻ മുജാഹിദുകൾ, ഓ ഫലസ്തീനിന്റെ മക്കളെ തച്ച് തകർക്കാൻ ലോകരാട്ടങ്ങൾ ഒടുന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 80 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പുരുഷായുസ് മുഴുവനും ഈ രാജ്യത്തിന്റെ മുഴുവനും സ്വത്തൂട്ടി കൊടുത്തിട്ട് ഫലസ്തീനിൽ പോരാടുന്ന ഫലസ്തീൻ മുജാഹിദുകളെ കൊല്ലാൻ വേണ്ടി പണം മുഴുവനും അമേരിക്കക്കും ഇസ്രയേലിനും കൊടുത്ത് സൂസന്ന എന്ന് പറയുന്ന ഇംഗ്ലീഷ് നേഴ്സിന്റെ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിയിട്ട് കിട്ടിയതെല്ലാം പാതിരാ സമയത്ത് പാതി ഉടുപ്പുമിട്ട് കാൽവെണ്ണയും കാണിച്ചിട്ട് സൂസന്ന എന്ന് പറയുന്ന പെണ്ണ് കൈറോയിലൂടെ അലഞ്ഞു
തിരിഞ്ഞു നടക്കുമ്പോ തനിക്കും തന്റെ മക്കൾക്കും വേണ്ടി കോടിക്കണക്കിന് ഡോളർ കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ പടയോട്ടം നടത്തിയ മൂസാ നബിയുടെ പ്രബോധനത്തിന് കാതോർത്ത് നിന്ന ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ പ്രസവത്തിന് മാറിടം പകർന്നു കൊടുത്ത തുരിസീന പർവ്വതമടക്കമുള്ള ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ജന്മത്തിന് കാവൽ നിന്ന ഈജിപ്ത് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ സർവ്വസമ്പത്തുകളും തൗറാത്ത് എന്ന വേദഗ്രന്ഥം ഇറങ്ങിയ പരിപാവനമായ മണ്ണിലുണ്ടായത് സർവ്വതും ഇസ്രയേലിന് വാരിക്കോരി കൊടുത്ത സാക്ഷാൽ ഹുസ്നി മുബാറക് എന്ന 80 വയസ്സുകാരനെ താഴെ ഇറക്കിയിട്ട് രാജ്യം വിട്ടു ഓടേണ്ടി വന്നിരുന്നുവെങ്കിൽ ഫലസ്തീനി മുജാഹിദുകളെ കൊന്നൊടുക്കാൻ തിരവാങ്ങിക്കാൻ പൈസ കൊടുത്തവര് അവന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ചരിത്രത്തിന് കഴിഞ്ഞെങ്കിൽ അമേരിക്ക എന്ന സാമ്രാജ്യത്തിന്റെ ദാസന്മാരായി വാലാട്ടിപ്പട്ടികളായി കഴിഞ്ഞ സർവ്വ സാമ്രാജ്യത്തെ പ്രഭുക്കളെയും താഴെ ഇറക്കാൻ ജനകീയ വിപ്ലവത്തിന് കഴിയുന്നുവെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു ലോകാവസാനത്തിന് മുമ്പ് നടക്കാനിരിക്കുന്ന മാറ്റത്തിന്റെ ഗതിയാണിതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാമിക സമൂഹം മുഴുവനും ഇങ്ങനെ തീരാ കയത്തിൽ പെടുമ്പോ എല്ലാവരും മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ ശേഖരിക്കുമ്പോ ഇസ്ലാമിക സമൂഹം ആ വേദനയിൽ കിടന്നുറങ്ങാൻ പറ്റാതെ അങ്ങനെ ജീവിതത്തിൽ മുഴുവനും വേദനയോടെ കഴിയുമ്പോ